പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026 നടക്കാൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾക്കും നമ്മൾ സിലബസ് കൃത്യമായി പഠിക്കണം. അതിനകത്ത് യാതൊരു കോംപ്രമൈസും പാടില്ല. ഏത് പരീക്ഷയാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സിലബസ് കൃത്യമായി നമ്മൾ കവർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അതിനോടൊപ്പം പാരലലി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിക്കുക. ഏതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് സമകാലികമായി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത്, 2025-ലും 2024-ലും 2023-ലും ഒക്കെ PSC പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ളത്, ആ ചോദ്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞു പോവുക. അതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് പോവുക. അതും കൂടി നിങ്ങൾ വേണം. അതായത് സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് ഈ PYQ സെഷനും കൂടി നമ്മൾ പഠിക്കേണ്ടത്. PYQ സെഷൻ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, സിലബസ് പ്ലസ് PYQ നിർബന്ധം. അപ്പം PYQൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി. ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെയും 2025-24 നടന്ന PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024-ലും 2025-ലും ചോദിച്ച ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കൂടിയാണ് ഇതിനകത്ത് തരുന്നത്. നല്ല ഒരു സെഷൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാറുണ്ട് എപ്പോഴും, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളും അതേപോലെ എന്ത് ചെയ്യണം, എന്നോടും ചോദിക്കണം, സാറിന് സുഖമാണോ, ക്ലാസ്സുകളൊക്കെ എങ്ങനെ, കൂടുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്ത് വേണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ഈ PYQ സെഷനിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1969 മുതൽ 1974 വരെയാണ്. പഞ്ചവത്സര പദ്ധതി കാലം 5 വർഷമാണ്. 5 വർഷം കൊണ്ട് ഒരു രാജ്യത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയിൽ ഓരോ പദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് 4 ഓപ്ഷനുകൾ: സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഇത്രയും പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതെല്ലാമായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതി കാലത്തിൻ്റെ ലക്ഷ്യങ്ങൾ? അതിലൊന്ന് സ്ഥിരതയോടുകൂടിയ വളർച്ച. ഓക്കെ, കറക്റ്റായിട്ടുള്ള വളർച്ച, സ്ഥിരതയോടുകൂടിയ വളർച്ച 4ാം പഞ്ചവത്സര പദ്ധതി കാലത്തിൻ്റെ ലക്ഷ്യങ്ങളിലുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇല്ല. സ്വാശ്രയത്വം ഉണ്ട്. സ്വാശ്രയത്വം, സ്വന്തമായിട്ട് നമുക്ക് ഇവിടെ വേണ്ടതെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതാണ് സ്വാശ്രയത്വം. വേറൊരു രാജ്യത്തെയോ വേറൊരു ദേശത്തെയോ ആശ്രയിക്കാതിരിക്കുക, സ്വാശ്രയത്വം. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇല്ല. അപ്പം ഒന്നാമത്തതും മൂന്നാമത്തതുമാണ്, അതായത് A ആണ് ശരിയായ ഉത്തരം. 2024 LGS നവംബറിൽ നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്തിൻ്റെ കാലയളവ് 1969 മുതൽ 74 വരെയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി കാലത്തിന് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് സ്വാശ്രയത്വത്തിലെ പുരോഗതി, 2 സ്ഥിരതയോടുകൂടിയ വളർച്ച. ഇങ്ങനെ ഇരട്ട ലക്ഷ്യങ്ങളോടെ അവതരിപ്പിക്കപ്പെട്ടതാണ് 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1969-74. അങ്ങനെ ഈ 2 കാര്യങ്ങൾ, സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വത്തിലെ പുരോഗതി, ഇത് രണ്ടുമാണ് ഇരട്ട ലക്ഷ്യങ്ങളായി പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായിരുന്നത്, 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായിരുന്നത്. ഇതുവഴി കാർഷിക മേഖലയിൽ ഉണ്ടാക്കാനായ വളർച്ച മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ശ്രമം നടത്തി. ആദ്യ വർഷം പുരോഗതി ഉണ്ടായി, ആദ്യത്തെ 2 വർഷം പുരോഗതി ഉണ്ടായി. അതായത് കാർഷിക മേഖലയിൽ മുമ്പുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി കാലത്ത് നമുക്ക് കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതേപോലെ ഈ സ്വാശ്രയത്വത്തിലെ പുരോഗതി, സ്ഥിരതയോടുകൂടിയ വളർച്ച, ഇത് രണ്ടുമാണ് നമ്മൾ നോക്കിയിരുന്നത്. കാർഷിക മേഖലയിൽ ഉണ്ടാക്കാനായ വളർച്ച മറ്റ് മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അപ്പം മുമ്പുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമൊക്കെ നമ്മൾ മുമ്പേ നോക്കിയിരുന്നതാണ്. അതുപോലെ കുടിവെള്ളം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കിയിരുന്നതാണ്, വൈദ്യുതിയുമായി ബന്ധപ്പെട്ടത്. ഇങ്ങനെ ഈ അതിലൊക്കെ ഉണ്ടാക്കിയ സ്വാശ്രയത്വത്തിലുണ്ടായിരുന്ന പുരോഗതി, കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന വളർച്ച, ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. പക്ഷേ ആദ്യത്തെ 2 വർഷം നല്ല പുരോഗതി ഉണ്ടായിരുന്നു. പിന്നീടുള്ള 3 വർഷം നമ്മൾ പ്രതീക്ഷിച്ച അത്രയും പുരോഗതി ഉണ്ടാകാത്തതിൻ്റെ കാരണം മൺസൂണിൻ്റെ കുറവ് ഈ ഒരു വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചു എന്ന്. അതേപോലെ 1971 ഇന്ത്യ പാക് യുദ്ധം. ആ 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് മുൻപും അതിനുശേഷവും
ബംഗ്ലാദേശികളായിട്ടുള്ള അഭയാർത്ഥികളുടെ കുത്തൊഴുക്ക് ഇന്ത്യയിലേക്ക് നടന്നു. അത് ഈ രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കി എന്നതും മറ്റൊരു കാരണം. 5.7% വളർച്ച പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ഗ്രോത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലം നമ്മൾ ആരംഭിക്കുന്നത്. പക്ഷേ നമുക്ക് 3.3% വളർച്ചയിലേക്ക് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാവുക, പാലുൽപാദനത്തിൽ വളർച്ചയുണ്ടാക്കുക, അളവ് വർദ്ധിപ്പിക്കുക, ഇങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ട് 1970 ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നു. അത് നടക്കുന്നതും ഈ നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതേപോലെ കുടുംബാസൂത്രണ പരിപാടികൾ, അതേപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം, ഇതെല്ലാം നടക്കുന്നത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത് 1969 ജൂലൈ മാസം 19 ഇതെല്ലാം നാലാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം എന്താണ്? നാലാം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? അപ്പോൾ നമുക്ക് ഉത്തരം പറയാലോ. എന്തൊക്കെയാ? സ്ഥിരതയോടുകൂടിയ വളർച്ച. രണ്ടെന്താണ്? സ്വാശ്രയത്വത്തിലെ പുരോഗതി. ഇത് രണ്ടുമായിരുന്നല്ലോ. അപ്പോൾ ഓപ്ഷൻ നിന്നും ഉത്തരം തിരഞ്ഞെടുക്കാൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ടത്? കാലഘട്ടം 1969 മുതൽ 1974 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വത്തിലെ പുരോഗതി, ഇതൊക്കെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി കാർഷിക മേഖലയിൽ ഉണ്ടാക്കാനായ വളർച്ച മറ്റ് മേഖലകളിൽ കൂടി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ആദ്യത്തെ 2 വർഷം നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. പിന്നീട് 3 വർഷം കിട്ടിയില്ല. അതിന് കാരണം മൺസൂണിൻ്റെ കുറവായിരുന്നു. 1971 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് അതിനു മുമ്പും അതിന് ശേഷവും, ആ കാലഘട്ടത്തിന് മുമ്പും ശേഷവും ബംഗ്ലാദേശികളായിട്ടുള്ള അഭയാർത്ഥികളുടെ ഒഴുക്ക് ഇന്ത്യയിലേക്ക് ഉണ്ടായി. അത് പ്രതിസന്ധി ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. 5.7% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലം 3.3% വളർച്ച മാത്രമേ നൽകാനായുള്ളൂ. പാലിന്റെ ഉൽപാദനത്തിലെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ഓപ്പറേഷൻ ഫ്ലഡ് 1970 നടപ്പിലാക്കിയത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതേപോലെ കുടുംബാസൂത്രണം, ഒന്നാമത്തെ ബാങ്ക് ദേശസാൽക്കരണം, ഇതൊക്കെ നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ വിട പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും വലിയ അസറ്റ് ആയിരിക്കും. നാലാം പഞ്ചവത്സര പദ്ധതി കാലം നന്നായിട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലം മുതൽ നാലാം പഞ്ചവത്സര പദ്ധതി കാലം വരെ നമ്മൾ എല്ലാ പഞ്ചവത്സര പദ്ധതി കാലവും പഠിക്കണം. കാരണം പഞ്ചവത്സര പദ്ധതി കാലങ്ങളിൽ 12ഓളമായി. അപ്പം നമ്മൾ അതിലൊരു 5 എണ്ണം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ PYQയിൽ അടുത്ത പഞ്ചവത്സര പദ്ധതി വരുമ്പോഴത്തേക്കും ഇനിയുള്ള ബാക്കിയുള്ള 7 പഞ്ചവത്സര പദ്ധതി കൂടി നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്കിത് ഈ സെഷൻ വളരെ ഗംഭീരമായിട്ട് നമുക്ക് പഠിച്ചെടുക്കുകയും വേണം കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. ഈ പത്രത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരം. ഇത് 2025 ജൂണിൽ നടന്ന ഒരു ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് രാജ്യസമാചാരം. അത് ആരുടെ പത്രാധിപത്യത്തിലാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്നിൽ സ്ഥാപിച്ച അച്ചടിശാലയിൽ നിന്നും പുറത്തിറങ്ങുന്ന പത്രമാണ് രാജ്യസമാചാരം. 1847 ജൂൺ മാസത്തിലാണ് രാജ്യസമാചാരം. കല്ല് കൊണ്ടുണ്ടാക്കിയ അച്ചുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ അച്ചടി നടത്തിയത്. ഇത് മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികം. രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികവും മലയാളത്തിലെ ആദ്യത്തെ പത്രവുമായി കരുതപ്പെടുന്നു. എന്തിനായിരുന്നു ഈ പത്രം? എന്തായിരുന്നു ഈ പത്രത്തിൻ്റെ ലക്ഷ്യം? ഈ പത്രത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുമത പ്രചരണമായിരുന്നു ലക്ഷ്യം. ഇത് ഏത് സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ബേസൽ മിഷൻ ആയിരുന്നു. ബേസൽ മിഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പത്രം അച്ചടിക്കപ്പെട്ടത്. ഇത് മാസം തോറുമാണ് ഇത് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. മാസം തോറും ഓരോ മാസമായിട്ടാണ് ഇത് അച്ചടിക്കപ്പെട്ടത്. അപ്പോൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിക്ക് അടുത്തുള്ള ഇല്ലിക്കുന്നിൽ നിന്നുള്ള അച്ചടിശാലയിൽ നിന്നാണ് 1847 ജൂൺ മാസം രാജ്യസമാചാരം കല്ലച്ചുപയോഗിച്ചാണ് ഇത് അച്ചടിച്ചിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികവും മലയാളത്തിലെ ആദ്യത്തെ പത്രവുമായിരുന്നു രാജ്യസമാചാരം. മിഷനറി സംഘടനയായ ബേസൽ മിഷനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്.
ഈ പത്രത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ക്രിസ്തു മത പ്രചരണം, മാസികയായിട്ടായിരുന്നു ഇതിൻ്റെ പ്രസിദ്ധീകരണം. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, 1847 ജൂൺ മാസം മുതൽ 1850 ഡിസംബർ വരെ 42 ലക്കങ്ങൾ പ്രസിദ്ധീകരിച്ചു. പക്ഷേ 1847 ജൂലൈ മാസം ഇതിൻ്റെ പ്രസിദ്ധീകരണം നടന്നില്ല. രാജ്യസമാചാരത്തിന് മുമ്പ്, രാജ്യസമാചാരം ആദ്യത്തെ മലയാളത്തിലെ ആനുകാലികം, ആദ്യത്തെ മലയാളത്തിലെ പത്രം, രാജ്യസമാചാരത്തിന് മുമ്പ് ഇല്ലിക്കുന്നിൽ നിന്ന് ഗുണ്ടർട്ട് സ്ഥാപിച്ച ലിത്തോഗ്രാഫ് അച്ചുകൂടത്തിൽ നിന്ന് മലയാള പഞ്ചാംഗം എന്ന് പറയുന്ന ഒരു മാസിക പ്രസിദ്ധീകരിച്ചതായി കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യസമാചാരം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഹെർമൻ ഗുണ്ടർട്ട് തന്നെ ഇല്ലിക്കുന്നിൽ സ്ഥാപിച്ച ലിത്തോഗ്രാഫ് എന്ന് പറയുന്ന അച്ചുകൂടത്തിൽ നിന്നും ഈ പറയുന്ന മലയാള പഞ്ചാംഗം എന്ന ഒരു മാസിക പ്രസിദ്ധീകരിച്ചതായിട്ട് കരുതപ്പെടുന്നുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, രാജ്യസമാചാരത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 1847 തന്നെ പുറത്തിറങ്ങിയ മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം, പത്രമാസികയാണ് പശ്ചിമോദയം. അപ്പോൾ രാജ്യസമാചാരത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അതേ പ്രസ്സിൽ നിന്ന് മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പുറത്തിറങ്ങുന്നു. അതിൻ്റെ പേരാണ് പശ്ചിമോദയം. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. രാജ്യസമാചാരം പുറത്തിറങ്ങിയത് 1847 ജൂൺ മാസം. എന്നാൽ 1847 മുതൽ 1850 വരെ 42 ലക്കങ്ങളാണ് പുറത്തിറങ്ങിയത്. അതിൽ 1847 ജൂൺ മാസം പ്രസിദ്ധീകരണം ആരംഭിച്ചെങ്കിലും ജൂലൈയിൽ പ്രസിദ്ധീകരണം നടന്നിട്ടില്ല. മാസികയായിട്ടായിരുന്നു. മലയാളത്തിലെ രണ്ടാമത്തെ പത്രവും അവിടെ നിന്ന് തന്നെ ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ തന്നെ ബേസൽ മിഷൻ ആയിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷേ ഘടനയിലും ഈ പശ്ചിമോദയത്തിന്റെ ഒരു പ്രത്യേകത, ഘടനയിലും രൂപകൽപ്പനയിലും ഉള്ളടക്കത്തിലും എല്ലാം രാജ്യസമാചാരത്തോടൊപ്പം നിന്നിരുന്ന, രാജ്യസമാചാരത്തെ പോലെ ആയിരുന്ന ഈ ഒരു പത്രം രാജ്യസമാചാരത്തെക്കാൾ പ്രസിദ്ധിയായി എന്നുള്ളതാണ്. രാജ്യസമാചാരം ആരാണോ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത്, ഏത് പ്രസ്സിലാണോ അച്ചടിക്കപ്പെട്ടത്, അവിടെ തന്നെയാണ് പശ്ചിമോദയം അച്ചടിക്കപ്പെട്ടത്. പക്ഷേ ആ പശ്ചിമോദയത്തിന് രാജ്യസമാചാരത്തെക്കാൾ കൂടുതൽ പ്രസിദ്ധി കിട്ടി എന്നുള്ളതാണ്. ക്രിസ്തുമത പ്രചരണത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു എങ്കിലും പാശ്ചാത്യ സംസ്കാര ചിന്താഗതികൾ വളർത്തുന്നതിലും ശാസ്ത്രബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയും ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ് എന്ന് ഇതിലെ ആദ്യ ലക്കത്തിലെ തന്നെ ഇവരുടെ പ്രസ്താവനയിൽ തന്നെ പറയുന്നുണ്ട്. ഇനി ജ്യോതിഷവിദ്യ, ഭൂമിശാസ്ത്രം, കേരളപ്പഴമ, ബിലാത്തി വിശേഷം ഇതെല്ലാം ഈ പത്രത്തിൻ്റെ ഉള്ളടക്കത്തിൽ കാണാം. ബേസൽ മിഷനായിരുന്നു രാജ്യസമാചാരത്തിൻ്റെ പിന്നിലെങ്കിൽ ഈ പത്രം, അതായത് പശ്ചിമോദയം എന്ന പത്രത്തിൻ്റെ പിന്നിലും ആര് തന്നെയായിരുന്നു? ബേസൽ മിഷൻ എന്ന് പറയുന്ന സംഘടന തന്നെ ആയിരുന്നു. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാനുണ്ട്. ഇത് നല്ല കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട് ഇതിനകത്ത്. രാജ്യസമാചാരത്തിന് ഉപയോഗിച്ച അതേ കല്ലച്ചിൽ തന്നെയാണ് ഇതും അച്ചടിക്കപ്പെട്ടത്. കോട്ടയത്തുണ്ടല്ലോ ചർച്ച് മിഷൻ സഭ, CMS എന്ന് പറയും, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 1848 പ്രസിദ്ധീകരിച്ച മറ്റൊരു മാസികയാണ് ജ്ഞാന നിക്ഷേപം. 1847 ജൂണിലാണ് രാജ്യസമാചാരം. 1848 പ്രസിദ്ധീകരിച്ച പത്രമാസിക എവിടെ നിന്നാണ്? കോട്ടയത്തെ ചർച്ച് മിഷൻ സഭ, അവരാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ജ്ഞാന നിക്ഷേപം, ബേസൽ മിഷൻ അല്ല. ഇനി ബെഞ്ചമിൻ ബെയ്ലി രൂപകൽപ്പന ചെയ്ത പ്രസ്സിലാണ് ജ്ഞാന നിക്ഷേപം എവിടെ നിന്ന്? കോട്ടയത്ത് നിന്ന് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. നിരത്തി വയ്ക്കാനും ഇളക്കി മാറ്റാനും കഴിയുന്ന ആണി അച്ചുകൾ ഉപയോഗിച്ച്, കല്ലച്ചല്ല, ഇളക്കി ഓരോ ലെറ്ററായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ കഴിയുന്ന ആണി അച്ചുകൾ, ആണി പോലെ ഇരിക്കും. അവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ലെറ്ററും ആ അച്ചിൽ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ലെറ്ററിനും ഒരു ആണി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആണി അച്ചുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ആണി അച്ച് ഉപയോഗിച്ച് പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ പ്രസിദ്ധീകരണം കൂടെയായിരുന്നു ജ്ഞാന നിക്ഷേപം. 1848 എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ കോട്ടയത്ത് നിന്നാണ്. ആരാണ്? ചർച്ച് മിഷൻ സഭ, CMS. ഏത് വർഷം? 1848. എന്നാൽ കൊച്ചിയിൽ നിന്നും ഒരു പത്രം വരുന്നുണ്ട്. ഈ മാസിക ഉണ്ടല്ലോ, ഈ ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്ന മാസിക, അതിൻ്റെ എന്താ പറയുക, രൂപകൽപ്പന പിന്നീട് പല പത്രങ്ങളുടെയും ഒരു കൃത്യമായ അതൊരു ഡിസൈനിങ് ആയി മാറി. എല്ലാവരും അനുകരിക്കാൻ തുടങ്ങി. ഇനി കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് പശ്ചിമ താരക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിദ്ധീകരണം കൂടിയായിരുന്നു പശ്ചിമ താരക. ഈ
1870 കൊച്ചിയിൽ നിന്ന് തന്നെ മംഗലത്ത് കുഞ്ഞുണ്ണി ആശാന്റെ പത്രാധിപത്യത്തിൽ കേരള പതാക എന്ന ഒരു ദ്വൈവാരിക പത്രം 2 ആഴ്ച കൂടുമ്പോൾ പുറത്തിറങ്ങുന്ന ഒരു പത്രം കൂടി ആരംഭിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ പത്രം ഏതായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരമായി നമ്മൾ ഇങ്ങനെ പറഞ്ഞു: ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിക്ക് അടുത്തുള്ള ഇല്ലിക്കുന്നിൽ നിന്നാണ്, അവിടെ ഒരു പ്രസ്, ആ അച്ചടിശാലയിൽ നിന്നാണ് 1847 ജൂൺ മാസം രാജ്യസമാചാരം പുറത്തിറങ്ങുന്നത്. കല്ലച്ചുകൾ ഉപയോഗിച്ചായിരുന്നു അച്ചടി. മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികവും മലയാളത്തിലെ ആദ്യത്തെ പത്രവുമായി ഇതിനെ കരുതുന്നു. ഇത് ബേസൽ മിഷനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. മാസികയായിട്ടായിരുന്നു ഇതിന്റെ പ്രസിദ്ധീകരണം. 1847 ജൂൺ മുതൽ 1850 ഡിസംബർ വരെ മൊത്തം 42 ലക്കങ്ങളുണ്ടായിരുന്നു. അതിൽ ഇടയ്ക്ക് 1847 ജൂലൈയിൽ മാസിക പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ്. രാജ്യസമാചാരത്തിന് മുമ്പ് ഗുണ്ടർട്ട് അതേ പ്രസ്സിൽ നിന്നും ലിത്തോഗ്രാഫ് ഉപയോഗിച്ച മലയാള പഞ്ചാംഗം എന്നൊരു മാസിക പ്രസിദ്ധീകരിച്ചതായി പറയപ്പെടുന്നുണ്ട്. രാജ്യസമാചാരത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 1847 പുറത്തിറങ്ങിയ മലയാളത്തിലെ 2ാമത്തെ പത്രമാസികയാണ് പശ്ചിമോദയം. രാജ്യസമാചാരത്തെക്കാൾ കുറച്ചുകൂടി ഫേമസ് ആകാൻ, പ്രശസ്തിയാകാൻ ആ ഒരു പത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുമത പ്രചരണമായിരുന്നു രാജ്യസമാചാരത്തിന്റെ ലക്ഷ്യമെങ്കിൽ, എന്നാൽ ഈ പശ്ചിമോദയത്തിന്റെ ലക്ഷ്യവും അതൊക്കെ തന്നെയായിരുന്നു. എങ്കിൽ കൂടിയും അതിൻ്റെ ഉള്ളിൽ വേറൊരു ലക്ഷ്യമുണ്ട്. അതായത് മലയാളികളെ പാശ്ചാത്യ ചിന്താധാരകളെയും ശാസ്ത്രത്തെയും കുറിച്ച് അവബോധമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഉള്ളടക്കങ്ങളിൽ ജ്യോതിഷവും ഭൂമിശാസ്ത്രവും കേരളപ്പഴമയും അതുപോലെ ബിലാത്തി വിശേഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബേസൽ മിഷൻ തന്നെയായിരുന്നു അതിൻ്റെ പിന്നിലും ഉണ്ടായിരുന്നത്. രാജ്യസമാചാരം അച്ചടിച്ച അതേ കല്ലച്ചുകൾ ഉപയോഗിച്ചാണ് ഈ പശ്ചിമോദയവും അച്ചടിക്കപ്പെട്ടത്. കോട്ടയത്ത് ചർച്ച് മിഷൻ സഭ CMS 1848 ഈ ജ്ഞാന നിക്ഷേപം പുറത്തിറങ്ങുന്നത്. ബെഞ്ചമിൻ ബെയ്ലിയുടെ രൂപകൽപ്പന ചെയ്ത പ്രസ്സിലായിരുന്നു ജ്ഞാന നിക്ഷേപം അടിക്കുന്നത്. അതേപോലെ നിരത്തി വയ്ക്കുകയും ഇളക്കി മാറ്റാൻ കഴിയുകയും ചെയ്യുന്ന ആണി അച്ചുപയോഗിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പ്രസിദ്ധീകരണം കൂടിയായിരുന്നു ജ്ഞാന നിക്ഷേപം. ഈ മാസികയുടെ പേജുകൾ രൂപകൽപ്പന ചെയ്ത ഈ മാസികയിലെ പേജുകളുടെ രൂപകൽപ്പന പിന്നീട് വന്ന മാസികകൾക്ക് കൃത്യമായൊരു ദിശാബോധം നൽകി എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്നാണ് പശ്ചിമ താരക വരുന്നത്. 1870 കൊച്ചിയിൽ നിന്ന് തന്നെ മംഗലത്ത് കുഞ്ഞുണ്ണി ആശാന്റെ പത്രാധിപത്യത്തിൽ കേരള പതാക എന്ന ഒരു ദ്വൈവാരിക മാസിക തുടങ്ങുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഒരു PYQ സെഷന്റെ പവർ എത്രയാണെന്നുള്ളത് ഈ സമകാലികമായി നടന്ന പരീക്ഷകൾ എഴുതിയ കുട്ടികളോട് ചോദിക്കുക. പ്രിയമുള്ളവരെ, ഈ PYQ സെഷന്റെ പവർ എന്താണെന്ന് സമകാലികമായി ജോലി കിട്ടിയ ഉദ്യോഗാർത്ഥികളോട് ചോദിക്കണം. അവർ പറയും PYQ എന്ന് പറയുന്നത്, അതിൻ്റെ അനലൈസ് ചെയ്ത് അത് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പവർ, ഭയങ്കരമായിട്ടൊരു സംഭവമാണ്. നമ്മൾ ഈ തരത്തിൽ നിങ്ങളിപ്പോൾ കേട്ടതുപോലെ ഒരു PYQ സെഷൻ്റെ ഒരു ക്ലാസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ അതിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് നമ്മളിപ്പോൾ നിലവിൽ ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത് 399 രൂപയാണ്. ഏകദേശം നിങ്ങൾക്ക് മൂല്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു 3000 രൂപ കൊടുത്താൽ പോലും 5000 രൂപ കൊടുത്താൽ പോലും ഈ ഒരു ക്ലാസ് കിട്ടില്ല. വെറും 399 രൂപയ്ക്ക് 100 സ്റ്റുഡൻസിന് ഒരു ഇയർലി ബേർഡ് ഓഫറായി നമ്മൾ നൽകുകയാണ്. 100 കുട്ടികൾക്കാണ് ഈ ക്ലാസ് നൽകുന്നത്. ഏകദേശം 500ഓളം ചോദ്യങ്ങൾ നിലവിൽ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ നിന്നും എടുത്ത്, അതിൻ്റെ റെപ്പിറ്റേഷൻ ഒന്നും ഇല്ലാതെ ചോദ്യങ്ങളെടുത്ത് കൃത്യമായി അതിൻ്റെ ഒരു പരിപാടി, അതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ വിഷയങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തും. അങ്ങനെ നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇനി അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. ഇതിൻ്റെ PDF നോട്ട്, അതേപോലെ ക്ലാസ്, വ്യക്തമായ ക്ലാസ്, HD ലെവലിലുള്ള ക്ലാസ്, ഇതെല്ലാം ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതൊരു ക്ലാസ്സായി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ഈ സെഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറാണിത്, 9995027074. ഇതിലേക്കൊരു മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. നിങ്ങൾ ഇതിലേട്ടൊരു മെസ്സേജ് ചെയ്താൽ മതി. ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. നിങ്ങളുടെ ലെവൽ എത്രയുണ്ടോ, നിങ്ങളിപ്പം ഒരു PSC പഠിച്ച് തുടങ്ങുന്ന ഒരാളാണെങ്കിലും അല്ല കുറേയൊക്കെ അറിയാവുന്ന ആളാണെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെടും. എന്തായാലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതൊരു നല്ലൊരു തുടക്കമാവട്ടെ കേട്ടോ. അപ്പം ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? 1ാമത്തെ പോയിന്റിലേക്ക് വരാം. തെറ്റായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം
ഉപരാഷ്ട്രപതി വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിര സഭയല്ല. തെറ്റ്. രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. രാജ്യസഭാ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. തെറ്റ്. രാജ്യസഭാ അംഗങ്ങളുടെ പരമാവധി കാലാവധി 6 വർഷമാണ്. അത് ഓരോ വർഷം കഴിയുമ്പോഴും 1/3 അല്ലേ, 1/3 ആൾക്കാർ സ്ഥിരമായി അവിടെ നിന്ന് റിമൂവ് ആവും, പകരം പുതിയ ആൾക്കാർ വരികയും ചെയ്യും. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. എങ്ങനെ 3 ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായതിന് രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്, അങ്ങനെയൊന്നുമല്ല. അപ്പം ഇതിനകത്ത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, 2, 3, 4 തെറ്റാണ്, ഒരെണ്ണം മാത്രമാണ് ശരി. രാജ്യസഭ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, പാർലമെന്റിന്റെ അപ്പർ കേസ് എന്ന് വെച്ചാൽ ഉപരിസഭയാണ്. പാർലമെന്റിനകത്താണല്ലോ രാജ്യസഭ ലോക്സഭ എല്ലാം വരുന്നത്. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഓക്കെ, അതായത് ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുള്ള ഒരു സഭ. ജനസംഖ്യ, ഓരോ സംസ്ഥാനത്തിൻ്റെയും ജനസംഖ്യ നോക്കിയിട്ടാണ് രാജ്യസഭയിൽ ആ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ്, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യാം, മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, മാറിപ്പോകുന്ന ഒരു സഭയല്ല, സ്ഥിര സഭയാണ്. സഭാ അംഗങ്ങൾക്ക് ഒരാൾ രാജ്യസഭയിൽ അംഗമായാൽ അയാൾക്ക് 6 വർഷം വരെ രാജ്യസഭയിൽ അംഗമായിരിക്കാം. അതേപോലെ രാജ്യസഭയിലുള്ള മൊത്തം അംഗങ്ങൾ, ആ അംഗങ്ങളുടെ 1/3 ഓരോ വർഷവും എന്ത് ചെയ്യും, വിരമിക്കും. ആ ഒഴിവുകളിലേക്ക് പുതിയ ആൾക്കാർ വരികയും ചെയ്യും. അതൊക്കെ പഠിച്ചു വെച്ചോണേ, നല്ല എളുപ്പമാണ് രാജ്യസഭ. രാജ്യസഭ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അപ്പർ സഭയാണ്, രാജ്യസഭയുടെ ഉപരിസഭയാണ്. ജനസംഖ്യാനുപാതികമായി ഓരോ സംസ്ഥാനങ്ങൾക്കും രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഒരു രാജ്യസഭാ അംഗം ഒരു 30 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷം. സഭയിലെ 1/3 അംഗങ്ങൾ ഓരോ വർഷം കൂടുമ്പോൾ വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിനകത്ത് അംഗബലം 250 പേരാണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കപ്പെടുകയും 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെങ്കിൽ ആ നടപടികൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരവും രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. രാജ്യസഭയിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട ചുമതലകൾ പറയുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. പരമാവധി അംഗബലം 250. 238 പേർ തെരഞ്ഞെടുക്കപ്പെട്ടു വരും, 12 പേർ നോമിനേറ്റ് ചെയ്യപ്പെട്ടു വരും. രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ രാജ്യസഭയിൽ നിന്ന് ആരംഭിക്കും. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് എന്നതും മറ്റൊരു പോയിന്റ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിലെ ശരിയായ ഉത്തരം ഏതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഓരോ സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യ ആനുപാതികമായി രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ടാകും. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും രാജ്യസഭയിൽ മത്സരിക്കാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷം. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ വർഷം കൂടുമ്പോഴും വിരമിക്കും. പുതിയ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250. 238 പേരെ തിരഞ്ഞെടുക്കും, 12 പേർ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യും. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ
പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1946 ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ പോയിന്റുകളും നിങ്ങൾ പഠിക്കണം. ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കണം. അതൊരു ടോപ്പിക്കായിട്ട് എടുത്തു തന്നെ പഠിക്കണം. ആമുഖം പഠിക്കണം. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ഫയൽ നോക്കിയോ അല്ലെങ്കിൽ PDF ഉണ്ടെങ്കിൽ അത് നോക്കിയോ നിങ്ങൾ പഠിക്കണം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം 207. ശരിയാണ്. എനിക്കിത് അറിയാവുന്നത് കൊണ്ടാണ് എനിക്കിത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ കഴിയുന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. ഇവിടെ 7 കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പം എയും ബിയുമാണ് ശരി. ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി. അപ്പം നമ്മൾ എന്ത് പഠിക്കണം? ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പേരുകൾ, അവരുടെ എത്ര എണ്ണം ഉണ്ടായിരുന്നു, അതിനകത്ത് വേറെ എന്തെങ്കിലും എണ്ണത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ, ഇതെല്ലാം ആ ഭാഗത്ത് പറയുന്നുണ്ട്. അത് കൃത്യമായി പഠിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ളത് 1947 ഓഗസ്റ്റ് മാസം 29 തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് ഭരണഘടനാ കരട് നിർമ്മാണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. എത്രയോ തവണ, ഇത്ര തവണയെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായി നോക്കാറുണ്ട്. ഒരു 5-6 തവണയെങ്കിലും ഈ ചോദ്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1947 ഓഗസ്റ്റ് 29. ഇതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നു. 1950 ജനുവരി മാസം 24 തീയതി 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവയ്ക്കുന്നു. ഇനി 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നു. വർഷങ്ങൾ പഠിക്കണം. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. 1949 നവംബർ 26 അംഗീകരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നു. 1950 ജനുവരി 24 ഒപ്പുവയ്ക്കുന്നു. 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നു. തീർന്നില്ല. ജനുവരി 26 ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന ആർട്ടിക്കിളുകൾ 395 ആർട്ടിക്കിൾ, 8 പട്ടിക 22 ഭാഗം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 395 ആർട്ടിക്കിൾ, 8 പട്ടിക 25 ഭാഗം. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത്, ശ്രദ്ധിക്കണം, ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. ശ്രദ്ധിക്കണം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് മോട്ടൂരി സത്യനാരായണയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത്. എന്നാൽ ഭരണഘടനയുടെ കരട് പരിശോധിക്കാനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനയുടെ കരട് പരിശോധിക്കാനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ജനുവരി 26 തീയതി ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ
395 ആർട്ടിക്കിൾ 8 പട്ടിക 22 ഭാഗം ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഉൾക്കൊള്ളുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവൻ മോട്ടൂരി സത്യനാരായണ. ഇതിന്റെ ഭരണഘടനയുടെ കരട് പരിശോധിക്കാനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് കാര്യങ്ങൾ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ നിന്ന് നമ്മൾ ഉത്തരം തിരഞ്ഞെടുത്തു. 1949 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നത്. അതിന്റെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നു. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നു. ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിളും 8 പട്ടികയും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് മോട്ടൂരി സത്യനാരായണ. ഭരണഘടനയുടെ കരട് പരിശോധിക്കാനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവനായിരുന്നു പട്ടാഭി സീതാരാമയ്യ. ഗ്രാമീണ ചെണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ എന്ന് പറയുന്നത് ആരുടെ ചിത്രമാണ്? ആവർത്തന ചോദ്യമാണ്. 2024 ഒക്ടോബറിൽ നടന്ന ഒരു ഓഫീസ് അറ്റൻഡ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം നന്ദലാൽ ബോസ് ആണ്. ശരിയായ ഉത്തരം നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ച കലാകാരൻ. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും അതുപോലെ ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങൾ എടുത്ത് അതിനെ വിഷയമാക്കി ചിത്രം വരയ്ക്കുന്ന ഒരു കലാകാരനാണ് നന്ദലാൽ ബോസ്. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിലെ സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ, അതിനെ വിഷയമാക്കി ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളാണ് നന്ദലാൽ ബോസ്. ആ ചിത്രങ്ങൾക്ക് സമൂഹത്തോട് ചിലത് പറയാനുണ്ട്. നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം 1938 നടന്ന INCയുടെ ഹരിപുര സമ്മേളനത്തിൽ ഒക്കെ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം 1938 INCയുടെ ഹരിപുര സമ്മേളനത്തിൽ ആ ചിത്രം പ്രദർശിപ്പിക്കുകയും അതിനെ പിന്നീട് കോൺഗ്രസിൻ്റെ പോസ്റ്ററാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. സതി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമാണ്, അല്ലെ? സതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് രാജാറാം മോഹൻ റോയുടെ പേരും എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. സതി ആയിരുന്നു നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്ന്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിലൊന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം. അതൊരു ഭയങ്കര സംഭവമാണ്, അല്ലേ? ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ, സതി എന്ന് പറയുന്ന ഒരു ദുരാചാരമാണ്, അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് എന്ന് ആ ചിത്രം കാണുന്ന ഒരാളുടെ മനസ്സിൽ തോന്നലുണ്ടാക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നിക്കാനുള്ള ഒരു മനസ്സ് അവനിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ചിത്രം വരച്ചത് കൂടി. നന്ദലാൽ ബോസിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. അപ്പോൾ നന്ദലാൽ ബോസിനെ നമ്മളിനി മറക്കില്ല. അതായത് ഇന്ത്യൻ സാഹിത്യ കൃതികളിലെ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളെയൊക്കെ വിഷയങ്ങളാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരനായിരുന്നു നന്ദലാൽ ബോസ്. അദ്ദേഹത്തിൻ്റെതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. 1938 INCയുടെ ഹരിപുര സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുകയും പിന്നെ അത് കോൺഗ്രസിൻ്റെ പോസ്റ്ററായി മാറുകയും ഒക്കെ ചെയ്യുന്നു. സതി എന്ന് പറയുന്ന ഒരു അനാചാരം ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം വരച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും സ്കോർ ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആ ചിത്രം കാണുന്ന ആൾക്കാരിൽ സതി എന്ന് പറയുന്ന അനാചാരം നിർത്തലാക്കേണ്ടതാണ് എന്ന ഒരു മനോഭാവം ഉണ്ടാകുന്നു. നന്ദലാൽ ബോസിന്റെ കീഴിലുള്ള നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതികൾക്ക് ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചത് എന്ന്. PYQവിൻ്റെ പവർ അറിയണമെങ്കിൽ ഒരു 10 PYQ കഴിയണം. PYQ നമുക്ക് അപാരമായ കോൺഫിഡൻസ് തരും. ഒരു PYQ കഴിഞ്ഞാൽ, ഒരു PYQ സെഷൻ കഴിഞ്ഞാൽ അടുത്ത PYQ സെഷൻ വരുന്നതിന് മുമ്പ് ആ നോട്ടൊന്ന് വായിക്കണം, എന്നിട്ട് വരണം. ഓക്കെ, അടുത്ത ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യൂല. കാരണം നിങ്ങളുടെ ഒരു കമൻറ്റ് വരാതെ, നിങ്ങൾ എന്താണോ ഇപ്പോൾ ഇതിനകത്തൊരു
ഒരു 2K ആൾക്കാർ കണ്ടാൽ 2K കമൻസ് വന്നാലേ നമുക്ക് അടുത്ത്, കാരണം നിങ്ങൾ എന്താണ് ഇതിനകത്ത് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്താണോ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ക്ലാസ് തരുന്നത്. PYQൻ്റെ ഈ സെഷൻ നമ്മൾ തുടർന്നുണ്ടാവും. അതേപോലെ അതിൻ്റെ സെഷൻസിൻ്റെ ക്ലാസ് വേണമെങ്കിൽ, അതിൻ്റെ പക്കയായിട്ടുള്ള ക്ലാസ്സൊക്കെ എഡിറ്റ് ചെയ്തതിൻ്റെ PDF നോട്ട് അടക്കം വേണമെങ്കിൽ ആദ്യത്തെ 100 കുട്ടികൾക്ക് 399 രൂപ. ഇതൊരു ഫീസേ അല്ല. പിന്നെ നമുക്ക് അതൊരു ഫീസാണെന്ന് പറയാൻ പറ്റും, ഒരിക്കലുമില്ല, അതൊരു ഫീസല്ല. അപ്പോൾ എന്നാലും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ആർക്കെങ്കിലും ആ ക്ലാസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക, 9995027074. ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യാം. അത് കിട്ടാനുള്ള വഴികൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.